ഇത് കാണുന്നത് ജാൻവി ബേബിയുടെ ടോയ്സിൻ്റെ ഒരു സെക്ഷനാണ്. നമുക്കിതൊക്കെ എടുത്ത് വെക്കണം. ജാൻവി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാൻവി പഠിച്ചുകൊണ്ടിരിക്കുകയാണോ ജാൻവി? ടെക്സ്റ്റ് ബുക്ക് അല്ലേ അത്? നോക്കിയാ ഇത് ബുക്കെന്ന് വിട്ട് മമ്മി. ടെക്സ്റ്റ് ബുക്കല്ല, ജാൻവിക്ക് മമ്മി ആദ്യം വാങ്ങിച്ചെന്ന ബുക്കാണ്. അപ്പോൾ അത് ടെക്സ്റ്റ് ബുക്കല്ല. അപ്പോൾ അവള് പഠിക്കും കളിക്കും എല്ലാം കൂടി ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ഓൾറെഡി സൂട്ട് കേസ് രണ്ടും സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞു കേട്ടോ. പാക്കേഴ്സ് മൂവേഴ്സ് വളരെ ക്വിക്കായിരുന്നു. നല്ലൊരു സർവീസായിരുന്നു. മലയാളിയുടെ കേട്ടോ. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. നമ്മൾ പുതിയ വീട്ടിൽ പോയപ്പോഴാണ് അവസ്ഥ. അവിടെ ഫുള്ള് വർക്ക് നടക്കുകയാണ്. നിറച്ച് പൊടിയാണ്, ഭയങ്കര പൊടിയാണ്. അവർ വീട് വൃത്തിയാക്കിയെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെന്നത്. പക്ഷേ ടൈൽ വർക്ക് നടക്കുന്നതുകൊണ്ട് ഫുള്ള് ഡസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരു 7 മണി 5 മണി വരെയെങ്കിലും ഷോപ്പിംഗ് മാളിൽ ഇരിക്കാന്ന് കൊച്ചിനും സേഫ്. അങ്ങനെ ജാൻവിക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇനിയും ടൈം ഉണ്ടായിരുന്നു. അവൾ രാവിലെ ക്ലാസ്സിൽ പോയതാണ്. അവൾക്കൊരു ഉച്ച ഉറക്കം പതിവുണ്ട്. അപ്പം നമ്മൾ ഒരു തൽക്കാലം അപ്പം കണ്ട ഒരു സിനിമയ്ക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കണ്ട ആ ഡിസൈൻ കണ്ടില്ലേ പിന്നിലെ, അത് അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അവൾ പറഞ്ഞ് സ്പേസ് ഷിപ്പ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ കുറച്ച് സ്നാക്കൊക്കെ ഷോപ്പിംഗ് ചെയ്തു. നമ്മൾ സിനിമയ്ക്ക് പോയി. അവൾ കിടന്നുറങ്ങി. ഒരു 2-3 ചാവ മൂവിക്കാണ് ഫുള്ള് കാണാൻ പറ്റിയില്ല കേട്ടോ. അവൾ എഴുന്നേറ്റു. പിന്നെ അവൾക്ക് എഴുന്നേറ്റ് ചായ വാങ്ങിച്ചു കൊടുത്തു, കുറച്ച് സ്നാക്കും കുറേ വെള്ളവും. കുറേ കളിച്ചപ്പോൾ അവൾക്ക് ഒരുപാട് ക്ഷീണമായപ്പോൾ ഒരുപാട് വെള്ളം, അവൾക്ക് കുറച്ച് ടോയ്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ എങ്ങനെയും അവിടെ ഇവിടെ ഒക്കെ ചുറ്റിപ്പറ്റി ഒരു 7 മണി വരെ ഞങ്ങൾ അവിടെ ഇരുന്ന് കേട്ടോ. അതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. വീട്ടിൽ വന്ന് പൊടിയും പടലും കണ്ടിട്ട് എന്ത് തോന്നുന്നു? റെസ്റ്റ് ഇല്ലാത്തൊരു ഇത്, റെസ്റ്റ് കിട്ടണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ. ജാനുവിന് ടോയ്സ് കിട്ടിയ പിന്നെ ഒന്നും വേണ്ട. ജാനു എടി, ഡിഡ് യു ലൈക്ക് ദിസ് പ്ലേസ്? ഡിഡ് യു ലൈക്ക് ഇറ്റ്? ലൈക്ക് ഇറ്റ്. ഹായ്. അപ്പോൾ ഈ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഒരുപാട് പണികൾ ഇനിയും പെൻഡിങ് ഉണ്ട്. ഇനി കുറേ പെയിൻറ് വർക്ക് ഉണ്ട്. കുറേ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു കാണുന്ന ഒരു ബെഡ്റൂം മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മളിവിടെ സെറ്റിൽ ചെയ്യാണ്. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാൻവിക്ക് ജ്യൂസ് വേണം എടുത്ത് കൊടുക്കട്ടെ. നമ്മൾ കാണുന്നത് ജാൻവിയുടെ ഫേവറേറ്റ് ഗ്രാസ് കാർപ്പറ്റിൽ ജാൻവി കളിക്കുന്നതാണ്. പാവം വയ്യ കേട്ടോ, നല്ല ക്ഷീണമുണ്ട് അവൾക്ക്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു വീടിൻ്റെ അവസ്ഥ. ഇനി ഒരുപാട് പണികൾ ചെയ്യാനുണ്ട് ഇവിടെ. നമ്മൾ മുമ്പ് പറഞ്ഞില്ലായിരുന്നു അവർ. ഇപ്പോൾ ഇത് ക്ലീനാക്കി ഒരാളിപ്പോൾ വരും. കാരണം അത് ഇത്രയും നേരം ഇവിടെ ഓരോരോ പണികൾ നടക്കുമായിരുന്നു. പെയിൻ്റൊക്കെ ഇന്ന് രാത്രി ഇന്നൊക്കെ കൂടി അടിച്ചിട്ടേ ഉള്ളൂ. ഒരുപാട് സ്വിച്ചുകൾ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ കുറേ പണികളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ വന്ന സമയത്ത് ഇതിനകത്ത് കയറാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഈ അവിടെ നിറച്ച് പൊടിയ, ബാത്റൂമിൽ നിറച്ച് പൊടിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു റൂമിലെ എല്ലാ ലഗേജും നമ്മുടെ കൊണ്ടുപോകുന്ന അവിടെ ജസ്റ്റ് ഡംപ് ചെയ്തു ഞാൻ. എന്നിട്ട് ഇത് ലോക്കി നമ്മൾ പുറത്ത് പോയിട്ടിരിക്കുകയായിരുന്നു. നമ്മൾ വൈകിട്ട് 6 മണി കഴിഞ്ഞിട്ടാണ് വന്നത്. എന്നിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ കൊച്ചിനെ കൊണ്ട് വരുന്നതിന് രാത്രി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിവിടെ ഒരുള്ള റൂം വേഗം വൃത്തിയാക്കി എടുത്ത് അവിടെ ബെഡ് വെച്ചു. അപ്പോൾ അവളവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. നമ്മളിങ്ങനെ നല്ല പ്രതീക്ഷിച്ചു. നമ്മളിവിടെ വരുമ്പോൾ തന്നെ എല്ലാം സെറ്റാവുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവിടെ വന്നത് കേട്ടോ. പക്ഷേ എല്ലാം സെറ്റായിരുന്നില്ല. ഇനി വല്ല ജലദോഷം പനിയൊക്കെ വരുന്നത് പേടിയുണ്ട്. ഇന്ന് ഞാൻ ലീവ് എടുത്തായിരുന്നു. ഇന്ന് ഒരു ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ലീവ് എടുത്തായിരുന്നു. നോക്കട്ടെ. ജാൻവിക്ക് വിശന്നിട്ട് വയ്യ. അപ്പം അമ്മ വേഗം ചോറ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അവൾക്ക് കിച്ചടിയാണ്. അവൾക്ക് എപ്പോഴും കിച്ചടിയാണ്. അവളുടെ മെയിൻ ലഞ്ചും ഡിന്നറും ഒക്കെ കിച്ചടിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അവൾ ഇപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികൾ ഇവിടെ കാണാൻ വേണ്ടി വന്നു. അവൾക്ക് അത്ര പിടിച്ചില്ല. കാരണം ഉണ്ടോ ഇവളത് സമാധാനം. ഇവൾക്ക് ഒന്നാമത്തെ കാര്യം, അവൾക്ക് പഴയ വീട് വിട്ടത് അവൾക്ക് അങ്ങ് അധികം ഇഷ്ടപ്പെട്ടു. അവൾക്ക് നല്ല ഇഷ്ടമായിരുന്നു ആ വീട്. അപ്പോൾ അവൾ അവിടെ പോകണമെന്ന് പറയുക വീട്ടിൽ. ഹലോ, ഫൈനലി നമ്മൾ ഒരുവിധം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തു. ഇനിയും ഒരുപാട് അൺപാക്കിങ് നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ കൊച്ചിന് നമ്മൾ പറഞ്ഞില്ല അവൾക്ക് കിച്ചടിയാണ് കഴിക്കും. നമ്മൾ ഓൾറെഡി രാവിലെ അത്
അവർക്കുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾക്കുള്ള ചോറ് വെച്ചിട്ട് ഞാനിനി ചിക്കൻ കേസും ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചിക്കൻ എടുത്തിട്ട് ഞാൻ കുറച്ച് മുളകും പുള്ളിയൊക്കെ വെച്ച് ഞാൻ പ്രിപ്പറേഷൻ ചെയ്യും. നല്ല രസമാണ് ചോറിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെനിക്ക് ചെയ്യണം. ചോറ് വെച്ച് ഒഴിഞ്ഞ ശേഷം ഇൻഡക്ഷനാണ്. ഇപ്പോൾ 2 കുക്കിംഗ് ഒരു സ്ഥലത്ത് നടക്കത്തില്ല. ഇപ്പോഴും അമ്മ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാമി സെറ്റിലായി. ജാമി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഹാപ്പിയാണ്. ജാമി ഹാപ്പി ആയപ്പോൾ നമ്മളെല്ലാവരും ഹാപ്പിയാണ്. ജാമി ഭയങ്കര ക്ഷീണത്തിലിരിക്കായിരുന്നു വിശപ്പൊക്കെ കാരണം. എന്തായാലും നമ്മൾ ചോറ് കഴിച്ചിട്ട് വിശപ്പ് മാറുന്നത്ര ഒന്നും വരില്ലല്ലോ. അപ്പം രാവിലെ ചോറ് കൊടുത്തപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ചോറ് കൊടുത്തപ്പോൾ മുഴുവൻ കഴിക്കാണ്ട് പോവുകയും ചെയ്തു. പിന്നീട് പുതിയ വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.